मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। മേരങ്കിൾ, ഞങ്ങളെ സ്നോലാൻഡിലേക്ക് വിളിച്ചോണ്ട് വന്നതിന് വളരെ താങ്ക്സ്. യു ആർ വെൽക്കം ട്വിങ്കിൾ കുട്ടികളെ. വരുമ്പോൾ നമ്മളൊരു അല്പം സ്നാക്സ് എടുത്തോണ്ട് വരായിരുന്നു. ഈ ഐസിനുള്ളിൽ മിക്സ് ചെയ്ത് നല്ല സൂപ്പർ ആയിട്ട് കഴിക്കാൻ. അല്ല, നിങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. പക്ഷേ നമ്മുടെ കീക്കോ എവിടെയാണ്? അങ്ങോട്ട് നോക്കി, അവിടെയുണ്ട്. ഓക്കേ, റെഡി സ്റ്റഡി ഗോ. എന്റെ ദൈവമേ, ഇത് രണ്ട് വാക്കിൽ പറയണമെങ്കിൽ മിന്നൽ വേഗം. അയ്യോ, നമ്മുടെ കീക്കോ എന്തുമാത്രം ഫാസ്റ്റ് ആണെന്ന് കണ്ടോ? താങ്ക് യു ടെമ്പോ അണ്ണ. ഫാസ്റ്റിനെക്കാളും ഭയങ്കര ഫാസ്റ്റ് ആണ്. സൂപ്പർ ഫാസ്റ്റ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്, ഞങ്ങളുടെ അല്പം ഫാസ്റ്റ് ഫുഡ് കഴിച്ചോട്ടെ. അതിഭയങ്കരമായിട്ട് വിശക്കുന്നു. ഈ കീക്കോ എപ്പോഴും എന്തെങ്കിലും ഒരു സ്റ്റണ്ട് കാണിച്ച് പോപ്പുലർ ആകുന്നു. സ്നോയുടെ കളർ വൈറ്റ്. ടോണി ബോസിന് ചെയ്യാൻ അറിയില്ല ഫൈറ്റ്. ഈ ടോണിയോട് കയറി കളിച്ചാൽ എന്താകും അറിയാലോ. അതായത് ഞങ്ങൾ പറയാൻ വന്ന കാര്യം ടോണി ബോസ്, അതായത് കീക്കോ വിചാരിച്ചു കാണും അവന്റെ ഈ സ്റ്റണ്ടൊക്കെ കണ്ട് നിങ്ങളങ്ങ് വരണ്ടു പോയെന്ന് വിചാരിച്ചു കാണും. ആണോ? നീ ഈ സ്നോ ബോളിനെ കണ്ടിട്ടാണോ പേടിക്കുന്നത് കീക്കോ? പിന്നെ എന്തിനാണ് നീ അതിനെ കണ്ട് ഇങ്ങനെ പേടിച്ച് ഓടി ഒളിക്കുന്നത്? അല്ല അല്ല, ഞാൻ സ്നോയിൽ എന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. നിനക്കിപ്പോ ഞാൻ കാണിച്ചു തരാം. ഈ സ്നോ ബോൾസിനെ എങ്ങനെ ഫേസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. കലക്കി ബോസ്, ഇപ്പൊ നിങ്ങളെ കാണാൻ എങ്ങനെയുണ്ടെന്ന് അറിയോ? സ്നോമാൻ പോലെ തന്നെയുണ്ട്. ഇത്രയ്ക്ക് ഐസ് കണ്ടപ്പോ നൈസായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. അതിഭയങ്കരമായിട്ട് വിശക്കുന്നു. ആദ്യം ഈ ക്യാരറ്റ് ഞാൻ കഴിച്ചേക്കാം. ഇപ്പൊ ടോണി ബോസ് മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതെന്താ? കാരണം ടോണി ബോസിന്റെ മൂക്ക് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, നോസ് കട്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഐസ്ലാൻഡിൽ വെച്ച് സ്റ്റിക്ക് ഐസ് റെഡിയാക്കി തരാം. കലക്കി. പക്ഷെ അത് എങ്ങനെയാ ഉണ്ടാക്കുക? ഇവിടെ ഐസ്ക്രീം വെക്കുന്നവർ ആരും തന്നെ ഇല്ലല്ലോ. ഇങ്ങോട്ട് നോക്കൂ. കലക്കി. നല്ല രുചിയുണ്ട്. കാര്യമായിട്ട് പറയാ, ടെമ്പോണ്ണയുടെ ഈ സ്റ്റൈലിനെ പ്രശംസിക്കാൻ വാക്കുകളില്ല. എന്തു പറ്റി മേരങ്കിൾ?
എല്ലാ കാര്യങ്ങളും ശരി തന്നെയല്ലേ? അതെ അതെ, ഇതുവരെ എല്ലാം നോർമലാണ്. പക്ഷേ അടുത്തടുത്ത് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എന്നുവെച്ചാ അത് കാര്യം എന്തെന്നാൽ കീക്കോ, ഞാൻ ഇങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന പേരിൽ ഒരു സീക്രട്ട് മിഷന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതേത് ടൈപ്പ് മിഷനാണ് മേയർ അങ്കിൾ? അതായത് ശരിക്കും പറഞ്ഞാൽ എന്നോട് ഈ കൺട്രിയുടെ പ്രസിഡന്റ് യുറേനിയം റാഡിനെ വളരെ സൂക്ഷിച്ച് ഇന്റർനാഷണൽ റിയാക്ടർ ലാബിൽ കൊണ്ടുപോയി ചേർക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ യുറേനിയം റോഡ് എന്ന് പറയുന്ന സാധനം എന്താണ്? കാണാനത് ഫിഷിംഗ് റോഡ് പോലെ ഉണ്ടാവുമോ എന്തോ? അല്ല ഡോഡോ, അത് വളരെ പവർഫുൾ ആയ റോഡാണ്. അതിൽ നിന്നും ന്യൂക്ലിയർ പവർ പുറത്തേക്ക് വരും. അതുകൊണ്ട് ന്യൂക്ലിയർ ബോംബും ഉണ്ടാക്കാം. കറക്റ്റ്. ഇപ്പോൾ എന്റെ ഭയം എന്താണെന്ന് വെച്ചാൽ, പോകുന്ന വഴിക്ക് ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോവുകയാണെങ്കിൽ, അത് വെച്ച് ആരെങ്കിലും ആറ്റം ബോംബ് തയ്യാറാക്കുകയാണെങ്കിൽ ഈ ലോകം മൊത്തം നശിച്ചു പോകും. പക്ഷേ യുറേനിയം റോഡ് എവിടെയാണുള്ളത്? വളരെ രഹസ്യമായ സ്ഥലത്താണ്. ഇത് കണ്ടോ, 1/2 മണിക്കൂർ കഴിഞ്ഞ് ആ റോഡ് എടുത്തുകൊണ്ട് വരുന്ന വണ്ടി അത് ഇവിടെ വരും. അതിനുശേഷം ഞാൻ ആ വണ്ടിയെ പിക്കപ്പ് ചെയ്യണം. അവിടുന്ന് അതിന് ലാബിലേക്ക് കൊണ്ടുപോയി ചേർക്കേണ്ടത് എന്റെ ജോലിയാണ്. അതാലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട അങ്കിൾ. നമ്മുടെ കീക്കോ ഇവിടെ ഉണ്ടല്ലോ, അവനെല്ലാം നോക്കിക്കോളും. വരൂ അങ്കിൾ, ഞാനും നിങ്ങളുടെ കൂടെ വന്ന് ആ യുറേനിയം റോഡിനെ സംരക്ഷിച്ച് ലാബിലേക്ക് കൊണ്ടുപോകാം. ആ റാഡിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സിഗ്നൽസ് ആ ഭാഗത്തുനിന്നാ വരുന്നത്. നിങ്ങൾ വിഷമിക്കണ്ട മേയർ അങ്കിൾ, അത് ഞാൻ നോക്കിക്കോളാം. മമ്മി, എത്രയും പെട്ടെന്ന് ആ യുറേനിയം റാഡിനെ രക്ഷിക്കൂ. ഇപ്പോൾ ഞാൻ ഇത് വെച്ച് ഒരു ആറ്റം ബോംബ് റെഡിയാക്കും. ജനങ്ങളെല്ലാം എന്നെ കണ്ട് ബോംബ് ബോസ് എന്ന് പറയും. ഇവിടുന്ന് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. വേറെ വഴിയില്ല, സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടൻ അടി വന്നെത്തുന്ന ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ആരോ ഒരാൾ ഈ ട്രക്കിൽ നിന്നും യുറേനിയം റോഡ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുക. നമ്മൾ അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. ഓക്കേ കീക്കോ, ഇപ്പൊ ഏത് ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത് പറയൂ. ഫോർമുല നമ്പർ 212 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി, ഫോർമുല നമ്പർ 212 ആക്ടിവേറ്റ് ചെയ്തേക്കാം. സൂപ്പർ സ്പീഡോ, വാ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. അവൻ ആ ഭാഗത്താണ് ഉണ്ടാവുക. Who can be the real fraud? Someone stole the uranium rod. I wanna know who had the guts. You are now stuck in a rut. Now it's time to break some bones. You are in a danger zone. Kiko, let's go kick him out. Show him what we're all about. ഒരു മിനിറ്റ് മിസ്റ്റർ ബോംബോസ്, നിങ്ങൾ ആ യുറേനിയം റോഡ് മോഷ്ടിച്ച് വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അത് കൊണ്ടുപോയി തിരിച്ചു കൊടുത്തിട്ട് ചെയ്ത തെറ്റ് തിരുത്താൻ നോക്കൂ. എടാ കൊച്ചു ചെക്ക, നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? നീ ബോംബോസിനാണോടാ പേടിപ്പിക്കുന്നത്? ഞാൻ പേടിപ്പിക്കുകയല്ല, റിക്വസ്റ്റ് ചെയ്യാണ് മിസ്റ്റർ ബോംബോസ്.
നീ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് ഈ ബോംബ് ബോസ് ഇപ്പൊ വളരെ സന്തോഷത്തിലാണ്. ഇന്ന് എന്റെ സന്തോഷത്തിന്റെ ഒരു ചെറിയ ഗിഫ്റ്റ്, മാമ്പഴം. കലക്കി മാമ്പഴം. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഞാൻ തന്നെ കഴിക്കും. ഇത്തരം പനിപ്രദേശങ്ങളിൽ മാമ്പഴം ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ. ഇവിടുന്ന് നമ്മൾ മേലോട്ട് കയറണമെങ്കിൽ നമുക്ക് നോർമൽ ടയറിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ കൂടുതൽ വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്യേണ്ട സൂപ്പർ സ്പീഡോ. അങ്ങനെ ചെയ്താൽ ഈ മഞ്ഞ് പ്രദേശത്തിൽ നമ്മൾ കുടുങ്ങി പോകും. പിന്നെ എന്താ ചെയ്യേണ്ടത് കീക്കോ? സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 61 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി. ഈ കുട്ടിച്ചാത്തൻ എന്നെ വിടില്ലെന്ന് തോന്നുന്നല്ലോ. ഇപ്പൊ ഒരു ബോംബ് ഇവന്റെ മേലെ എറിയണം. ഇപ്പൊ നീ ബോംബ് ബോസിന്റെ ബോംബ് ബ്ലാസ്റ്റ് കാണാൻ പോവുകയാ. കലക്കി സൂപ്പർ സ്പീഡോ. അവന്റെ ഒരു ബോംബ് പോലും നമ്മുടെ മേളിൽ കൊള്ളാതെ നിരീക്ഷിച്ചു. എന്താ പിള്ളേര്, വലിയ ബുദ്ധിമാനാണെന്ന് വിചാരമുണ്ടല്ലേ? എന്റെ ഈ ഷൂട്ട് ബോംബിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നത് ഞാനൊന്ന് കാണട്ടെ. ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ നമ്മളിപ്പോ ശരിക്കും കുടുങ്ങിപ്പോയി. കീക്കോ, ആ ബോംബ് എന്റെ ബോണറ്റിൽ വന്ന് കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴെന്താ ചെയ്യേണ്ടത്? എന്റെ ദൈവമേ, അതൊരു പക്ഷെ പൊട്ടിച്ചെറിയാലോ. ഞാനൊരു അല്പം കഴിച്ചോട്ടെ. വിശപ്പോട് കൂടി മരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 55 അപ്ലൈ ചെയ്യ്. ഓൾ റൈറ്റ് ബഡി. ഫോർമുല നമ്പർ 55 ആക്ടിവേറ്റഡ്. കുറെ ദിവസമായിട്ട് ബോണറ്റ് കവർ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, എങ്കിൽ പിന്നെ ഞാൻ എന്റെ ഫ്ലൈയിങ് ബോംബ് തന്നെ യൂസ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ചേടാ, ഇത് വലിയ പ്രശ്നമായല്ലോ. ഫ്ലൈയിങ് ബോംബോ? വിഷമിക്കണ്ട കീക്കോ, ഇപ്പൊ ഞാൻ അവൻ എങ്ങനെയാ കളിപ്പിക്കുന്നതെന്ന് നോക്കൂ. എന്റെ കളി കണ്ടില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ആ ഫ്ലൈയിങ് ബോംബ്സ് പോയ വേഗത്തിൽ തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള സമയത്ത് എനിക്കൊരു ഒറ്റ വാക്കേ ഓർമ്മ വരുന്നുള്ളൂ. വേഗം ഓടിക്കോ. അത് ടാർഗറ്റ് ഫോളോയിങ് ബോംബ്സ് ആണെന്ന് തോന്നുന്നു. അത് അത്ര പെട്ടെന്ന് നമ്മളെ വിട്ടു പോവില്ല. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 230 അപ്ലൈ ചെയ്യ്. ഓക്കെ ബഡി, ഇപ്പൊ ഞാൻ ആ ഫ്ലൈയിങ് ബോംബ്സിന്റെ കഥ തീർത്തേക്കാം. യുറേനിയം റോഡിന് ഒരു കുഴപ്പവുമില്ല. അങ്ങോട്ട് നോക്ക്, ബോംബോസ് അങ്ങോട്ടേക്ക് ഓടുകയാണ്. വേഗം ചെല്ലുപടി. അവന്റെ കയ്യിൽ നിന്ന് യുറേനിയം റോഡ് നമ്മൾ വാങ്ങിയേ പറ്റൂ. വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. ഒരു പക്ഷേ ആ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. ടോപ്പ് വേർഷൻ മെക്കാനിസം ആക്ടിവേറ്റഡ്. എന്റെ ദൈവമേ, മഞ്ഞ പ്രദേശത്ത് ഇത്രയും വലിയൊരു സ്ഥലമോ?
ഇപ്പൊ നമ്മൾ ആ ബോംബ് ബോസിനെ എങ്ങനെ തേടി കണ്ടുപിടിക്കാൻ പോകുന്നത്? ഞാൻ അവനെ തേടി കണ്ടുപിടിച്ചേക്കാം. നിങ്ങൾ രണ്ടാളും സൂപ്പർ സ്പീഡോയ്ക്കകത്ത് തന്നെ ഇരുന്നോ. ഞാൻ ചെന്ന യുറേനിയം റോഡ് എടുത്തോണ്ട് വന്നേക്കാം. സൂപ്പർ സ്പീഡോ, അതുവരെ നീ കാമോഫ്ലാജ് മോഡ് ഓൺ ചെയ്തു വേ. അപ്പൊ നിന്നെ ആർക്കും കാണാൻ പറ്റില്ല. ഫോർമുല നമ്പർ 77. ഓൾറൈറ്റ് ബഡി കീക്കോ. ബോംബ് ബോസിന്റെ സ്വപ്നം എത്രയും പെട്ടെന്ന് ഫലിക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് ഞാൻ ആറ്റം ബോംബ് തയ്യാറാക്കും. അത് എനിക്ക് സ്വന്തമായിരിക്കും. ലോകത്തിലുള്ള എല്ലാ ബോംബുകളും എന്റെ കയ്യിലുണ്ട്. പക്ഷെ ആറ്റം ബോംബ് ഇല്ലാത്തത് മാത്രമായിരുന്നു ഒരു വലിയ കുറവ്. ഇപ്പോൾ എന്റെ ആ ആഗ്രഹവും നിറവേറാൻ പോവുകയാണ്. ഏതാണ്ട് ബോംബ് ബോസ് ഈ വഴിക്കായിരിക്കും പോയിരിക്കുന്നത്. എടാ കൊച്ചു ചെക്ക, എന്നോടാണോ നിന്റെ കളി? നീ എങ്ങനെടാ അകത്തേക്ക് വന്നത്? ഇങ്ങനെ തന്നെയാടാ. ഈ സ്ഥലത്ത് എനിക്ക് ഇത്രയും വേഗം ഓടാനും പറ്റും. ഇതുപോലെ എനിക്ക് യുറേനിയം റോഡിനെ പൊക്കാനും പറ്റും, അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനും പറ്റും. നിന്റെ കളി ഒരല്പം കൂടിപ്പോയി. ഇനി ഞാൻ നിന്നെ വിട്ടുവയ്ക്കുന്ന പ്രശ്നമില്ല. സൂപ്പർ സ്പീഡോ, അനങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കെ. ബോംബോസ് നമ്മുടെ പുറകെ വന്നോണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവൻ എങ്ങോട്ടാ പോയത്? കഥ കടഞ്ഞിരിക്കുന്നല്ലോ. എന്ന് വെച്ചാൽ അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. അത് ശരി, കാർ കാമോഫ്ലേജ് ചെയ്തു വെച്ചിരിക്കാണല്ലേ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിലുള്ള ഈ ഗോഗിൾസ് വെച്ച് നോക്കിയാൽ മതി. ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ, ബോംബോസ് നമ്മളെ കണ്ടു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. കീക്കോ, പില്ലറിൽ ചെന്നിടിച്ചത് കൊണ്ട് എന്റെ കാമോഫ്ലോർ സിസ്റ്റം ഡാമേജ് ആയി പോയി. ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഈ ബോംബുകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് ചാടിയേ പറ്റൂ. പക്ഷെ ഇവിടുന്ന് എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? പുറത്തേക്ക് പോകാനുള്ള എൻട്രൻസ് അടച്ചു വെച്ചിരിക്കുകയാണ്. നീ അത് കണ്ടോ? അത് ശ്രദ്ധിച്ചായിരുന്നോ? എമർജൻസി എക്സിറ്റ് ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തെന്ന് കതവ് തുറക്കും. ഒരു കാര്യം ചെയ്യ്, എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തേക്ക്. ഞാൻ വേഗം നിന്ന് പ്രസ് ചെയ്തേക്കാം. അതുവരെ നിങ്ങൾ ബോംബോസിനെ കുറിച്ച് കളിപ്പിച്ചോണ്ടിരിക്കേ. ഗുഡ് ഐഡിയ. പക്ഷെ ഡോഡോ, സൂക്ഷിക്കണം, മനസ്സിലായല്ലോ? നിന്റെ ഫ്രണ്ട് ഇപ്പോ എന്റെ കയ്യിൽ കുടുങ്ങിക്കിടക്കാണ്. ബോംബോസിനോട് കളിച്ചാൽ എന്താകുമെന്ന് മനസ്സിലായില്ലേ? ഒരു അക്ഷരം പോലും മിണ്ടാതെ ആ യുറേനിയം റാഡ് എനിക്ക് തന്നേക്ക്. അതല്ലെങ്കിൽ പിന്നെ നിന്റെ ഫ്രണ്ടിന്റെ കാര്യം അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ് നിൽക്ക്. ആദ്യം എന്റെ ഫ്രണ്ടിനെ അങ്ങ് വിട്ടേക്ക്. പറ്റില്ല. ആദ്യം ആ യുറേനിയം റാഡ് എനിക്ക് താ.
ഇന്ന പിടിച്ചോ. ഒരു പ്രശ്നവുമില്ല. നീ ആ യുറേനിയം റാഡ് എടുത്തോണ്ട് പൊയ്ക്കോ. എന്റെ കൈവശം ഈ ലാബ് ഉള്ളത് വരെ വീണ്ടും ഞാൻ ഇതുപോലെ യുറേനിയം റോഡ് മോഷ്ടിച്ചു കൊണ്ടുവന്ന് ആറ്റം ബോംബ് എപ്പോ വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കും. സോറി മിസ്റ്റർ ബോംബോസ്, ഇനി ഈ ലാബ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇത് പിടിച്ചോളൂ മേരങ്ക്. യുറേനിയം റോഡിന് ഒരു ചെറിയ പോറൽ പോലും പറ്റില്ല. താങ്ക് യു കിക്കോ. മഞ്ഞുമലകളിൽ കിടന്ന് സർക്കസ് കളിച്ചവൻ തലയും കുത്തി ഇതാ കിടക്കുന്ന എന്റെ മുൻപിൽ എന്ന് വെച്ചാൽ സാറ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്.